ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ കരുണയാൽ ധ്യാനം എല്ലാം ഈശോയുടെ കരുണയാൽ തന്നെ നന്നായിട്ട് പോകുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. അച്ഛന്മാർക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മാരും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് PDMന്റെയും ASTMന്റെയും എല്ലാ ഉപകാരികളെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവര്, ദശാംശം തന്ന് സപ്പോർട്ട് ചെയ്യുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവര്, ഓരോ PDMന്റെ ASTMന്റെ ശുശ്രൂഷകൾ ഓരോ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ശുശ്രൂഷയിൽ സഹായിക്കുന്നവര്, അതൊക്കെ വലിയ കാര്യം. ഇപ്പോൾ ധ്യാനങ്ങൾ നടക്കുമ്പോൾ എന്തുമാത്രം മനുഷ്യരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്, അതിപ്പോൾ വാഴക്കുളത്താണെങ്കിലും അട്ടപ്പാടിയിലാണെങ്കിലും കുറവിലങ്ങാടാണെങ്കിലും ഓരോ സ്ഥലങ്ങളിലും. അപ്പം അതൊക്കെ ദൈവത്തിന്റെ വലിയ അങ്ങനെ എല്ലാം അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളെ, സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി എളിയ ദശാംശം കൊടുക്കുന്നവര്, എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും ഗണത്തിൽ പെടും. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മ്ലേച്ഛത വമിക്കാൻ ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 10:13. ഓൾറെഡി പ്രഭാഷണം 10-ലെ ഒരു വചനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അഹങ്കാരത്തിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, സാമ്രാജ്യം കൈമാറി പോകുന്നെന്ന് പറഞ്ഞില്ലേ. ചില ആൾക്കാർ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്, അവരാണ് ടോക്ക് കേൾക്കാത്തവർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. അഹങ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയുകയാണ്, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. എന്നിട്ട് പറയാം, അതിനോടൊട്ട് നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. നമുക്ക് അതിനൊന്ന് അപഗ്രഹിച്ച് നോക്കാം. അതായത് അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അപ്പൊ ഒരു ചോദ്യം വരാം, അഹങ്കാരം പാപമല്ലേ? അഹങ്കാരം ഒരു മൂലഭാവമാണ്. എന്താ മൂലഭാവത്തിന്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യുൽപാദന ശേഷിയുള്ളതാണ് മൂലഭാവങ്ങൾ. അഹങ്കാരം എന്ന് പറയുന്ന പാപമാണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് വേറെ കുറെ പാപം ഉണ്ടായി വരും. ദ്രവ്യാഗ്രഹം, കോപം എന്ന് തുടങ്ങുന്ന മറ്റെല്ലാ മൂലപാപങ്ങളും ഒരു പാപത്തിന് ഒരുപാട് പാപങ്ങൾ ഉണ്ടായി വരും. അതാണ് മൂലപാപം എന്ന് പറയും. അപ്പൊ അഹങ്കാരത്തോടൊപ്പം എന്ത് വരുമോ, ഈ മൂലപാപം വേറെ പല പാപങ്ങളും മുളച്ച് വരാൻ വേണ്ടി തുടങ്ങും അഹങ്കാരം ഉണ്ടെങ്കിൽ. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ മുളകളിൽ ഒന്നാണ് മ്ലേച്ഛത, ജഡിക പാപം. അതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ശരീരത്തിൽ എപ്പോഴും ഒരു ആസക്തി ഉണ്ടാവും. The body which fails to give glory to God will be conquered by the sin of flesh. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ശരീരത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആസക്തികൾ ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. റോമാലേഖനം 1:21, 1:24 കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഏതൊക്കെ പറഞ്ഞതാ. അവര് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. അപ്പൊ എന്താ വെച്ചാൽ മ്ലേച്ഛതകൾക്ക്, അശുദ്ധ വികാരങ്ങൾക്ക് ദൈവം വിട്ടുകൊടുത്തു എന്നാണ് വചനം. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അഹങ്കാരം നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമേ നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ റൂട്ട് കിടക്കുന്നത് ചിലപ്പോൾ അഹങ്കാരമാവും. ഞാൻ കഴിഞ്ഞില്ല, സാമ്രാജ്യം കൈമാറി പോകുന്നതിന് കാരണം അഹങ്കാരം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കിപ്പോൾ വലിയ സ്കാനിങ് ഒക്കെ നടത്തി കഴിയുമ്പോഴല്ല യഥാർത്ഥ കാരണം പിടികിട്ടുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ദ്രവ്യാഗ്രഹം കൊണ്ട് അതിനകത്ത് നിന്ന് വേറെ ഒരുപാട് ഭാവം ഉണ്ടായി വരും. അപ്പൊ എളുപ്പം തന്നെ അഹങ്കാരം വേണ്ടെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു അല്ലേ, സംഗതി എല്ലാം തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങളോട് വചനത്തിനിടയ്ക്ക് തമാശയൊക്കെ പറയാമല്ലോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് വചനം കേട്ട് ഓരോരുത്തർക്കും കർത്താവ് അഹങ്കാരത്തെ കീഴ്പ്പെടുത്താനുള്ള എളിമ എന്നുള്ള പുണ്യം സമൃദ്ധമായിട്ട് നിറയട്ടെ. അതുപോലെ തന്നെ കർത്താവിന് ഒരുപാട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ്റെ കൃപ ലഭിക്കട്ടെ. അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ തക്കവിധം കർത്താവേ അനുസരണത്തിന്റെ കൃപ നിറയട്ടെ. കർത്താവ് ഡെസേർട്ട് ഫാദേഴ്സ് ഒക്കെ ജീവിച്ചത് പരിത്യാഗ ജീവിതം, തന്നോട് തന്നെ സ്ട്രിക്റ്റായ ജീവിതം വരട്ടെ കർത്താവ്. അങ്ങനെ പല എളിമയുടെ ലുത്തിനേജ് എല്ലാം കൃപ ലഭിക്കട്ടെ കർത്താവ്. മാറ്റിനിപ്പിക്കാതെ മറിയത്തിന്റെ സ്തോത്രഗീതം ആലപിക്കാൻ കൃപ ലഭിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇങ്ങനെ പല വഴികളുള്ള അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ ഓരോരുത്തരുടെ ഈശോ കൃപ തരട്ടെ എന്ന് ആശീർവദിക്കുക. ഒപ്പം തന്നെ കർത്താവ് PDMന്റെ ASTMന്റെയും എല്ലാ ഉപകാരികളെയും പ്രത്യേകം ഓർക്കാണ്. AFCMനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇവരെല്ലാവരെയും ആശീർവദിക്കുന്ന കർത്താവേ, ഇവരെല്ലാം ഈശോയുടെ നാമത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ. ജീവന്റെ പുസ്തകത്തിൽ കർത്താവെ ഇവരുടെ എളിയ സഹായങ്ങളെല്ലാം അവിടുന്ന് ഓർത്ത് രേഖപ്പെടുത്തണം. നന്ദി പറയുന്ന കർത്താവേ.
ഓ ദൈവമേ, ഇന്ന് വചനം കേട്ട് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശ്രയം ദുഷ്ടാരൂപൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.